To dear brothers and sisters of this dear assembly. ഈ അസംബ്ലിയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. Thank you for inviting me, giving an opportunity to come to UK once more. എന്നെ പ്രകാരം ക്ഷണിച്ചതിനും UK-യിലേക്ക് കടന്നു വരാൻ ഒരു അവസരം നൽകിയതിനും നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. Never in my dreams I thought I am going to come here. ഞാൻ ഒരിക്കലും സ്വപ്നം കരുതിയിരുന്നില്ല ഒരിക്കൽ കൂടെ പ്രകാരം ഇവിടെ ആയിപ്പന്തപ്പെടാൻ കഴിയുമെന്ന്. But I believe it was perfect will of God. എന്നാൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് തികച്ചും ദൈവഹിതമായിരുന്നു. The Lord made me to study on this prophetical words, and this has brought so many people to the Lord. പ്രവചനവുമായി കുറിച്ച് പഠിക്കാൻ തക്കണം ദൈവം എനിക്ക് കൃപ നൽകി. അത് മുഖാന്തരം അനേകർക്ക് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. I have seen many Hindus who have come to the Lord. ഞാൻ പല ഹിന്ദു കുടുംബങ്ങളും ഹൈന്ദവരായവരും ഈ പ്രകാരം കടന്നു വരുന്ന It brings faith in the heart of the people when they hear this. ഇത് ശ്രമിക്കുന്നവരുടെ മേൽ വിശ്വാസം ഉളവാക്കുന്നതാണ് ഇതിനെയാണ്. I believe the Lord only gave me that interest to study, and since 50 years, 50, I am a student of Bible class. കഴിഞ്ഞ നാളുകൾ ഏകദേശം 50 വർഷത്തോളം ഈ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പാൻ ഞാൻ ഒരു വേദ സ്റ്റുഡന്റ് ആയിട്ട് പങ്കെടുക്കണം ദൈവം സഹായിച്ചു. We don't have time. Only on 4th we have arranged a meeting on prophetical truths. 4ാം തീയതി ഇതിനെ പറ്റി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Please try to bring at least one of your friends who is not saved. It will be better. Probably he will come to the Lord. നിങ്ങളുടെ സുഹൃത്തുക്കളായ ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾ ആ മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. You should pray for me. That's only what I am asking you. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. Because as age has advanced, I feel little weakness in my body. പ്രായം കുറച്ചധികമായെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ അതിൻ്റെതായ വൈഷമ്യമുണ്ട്. When I stand before you, you should understand that my left eye lost almost my vision. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഇടത്തെ കണ്ട ഏകദേശം പൂർണ്ണമായും അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. Treatment is going on. അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. But I manage with the right hand. ഞാൻ എന്റെ വലത് കണ്ണം കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. God is allowing me to drive and do everything and reading along. എന്നെ ഡ്രൈവ് ചെയ്യാനും വചനം വായിക്കാനും ഒക്കെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Now we will come for the ministry of the word. നമുക്ക് ദൈവശുശ്രൂഷയ്ക്കായി I am asked to take 1 hour. എന്നോട് 1 മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. Up to 12:30. Okay, thank you. I'm going to take a topic again on the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വിഷയം ഒരിക്കൽ കൂടി സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I can keep on speaking on this topic because this is one area of the Bible study which I have spent a lot of time. എനിക്കിതിനെ കുറിച്ച് ധാരാളമായി ഇനിയും സംസാരിക്കാൻ കഴിയും. കാരണം എന്റെ പലപ്പോഴുള്ള എന്റെ പഠനം ഇതോടുള്ള ബന്ധത്തിലായിരുന്നു. I'm going to take a topic in relation to the topic we meditated. We meditated on the fullness of the Holy Spirit. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവ് നിറവിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയായിരുന്നു. Now today we are going to take on sin against the Holy Spirit. ഇന്ന് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. So many have doubts. പലർക്കും ഇതിനെ കുറിച്ച് ഭയങ്കരമായ ഡൗട്ടുകളുണ്ട്. Because sin against the Holy Spirit, the Lord has told it is an unpardonable sin. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം അത് ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത പാപമാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. Turn with me to Matthew chapter 12. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. We will go a little fast to finish this topic. പെട്ടെന്ന് തന്നെ ഈ ടോപ്പിക് പെട്ടെന്ന് കടന്നു പോകാം. Chapter 12 of Matthew. മത്തായി സുവിശേഷം 12-ാം അധ്യായം verses 31 and 32. അതിന്റെ 31-32 വാക്യങ്ങൾ. Therefore I say to you, every sin and blasphemy will be forgiven men, but the blasphemy against the Spirit will not be forgiven men. Anyone who speaks a word against the Son of Man, it will be forgiven him. But whosoever speak against the Holy Spirit, it will not be forgiven him, either in this age or in the age to come. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണവും ക്ഷമിക്കുകയില്ല.
ആരെങ്കിലും മനുഷ്യരുടെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. This sin is known as unpardonable sin. ഈ പാപത്തെ കുറിച്ച് പറയുന്നത് ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത പാപം. Dr. Billy Graham's father, ഡോക്ടർ ബില്ലി ഗ്രാമിന്റെ പിതാവ്, he was so much troubled that he thought he has committed a sin that cannot be forgiven. He has committed against the Holy Spirit. ആ പിതാവ് ഇപ്രകാരം ജനിച്ചു, ഞാനൊരു പാപം ചെയ്തു, അത് ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്തവണ്ണമുള്ള ഒരു പാപമാണ്. He was so much, for many years he was a troubled man. വളരെ കാലം അതുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി കഴിഞ്ഞു. But he overcame it by understanding that why is the Holy Spirit is troubling me. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ ഇപ്രകാരം ചിന്തിപ്പിക്കുന്നു. Then he came to the real truth and found that peace of mind. അതിനുശേഷം ശരിയായ സത്യം അറിയുകയും സമാധാനത്തിലേക്ക് പുള്ളി ആ വ്യക്തി നയിക്കുകയും ചെയ്തു. Many have doubts whether I have committed this. പലരും ഇതിനെ കുറിച്ച് വളരെ ഡൗട്ട് ഉണ്ട്. If I speak something against the tongue speaking, or if I speak something against Pentecostal people, whether it is a sin against the Holy Spirit. പലരും സംശയിക്കുന്ന അന്യഭാഷ സംസാരിക്കുകയും കുറിച്ച് എന്തെങ്കിലും പറയുകയും ചെയ്താൽ അത് പരിശുദ്ധാത്മാവിനെതിരെ പറയുകയാണോ എന്ന്. We will first see that believers and unbelievers commit sin against the Holy Spirit. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. Both the group will commit sin against the Holy Spirit. ഈ രണ്ട് കൂട്ടരും പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യാൻ കഴിവുള്ളവരാണ്. But the sin that is committed against the Spirit by believers, God can forgive. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളായിട്ടുള്ളവർ ചെയ്യുന്നത് ദൈവത്തിന് ക്ഷമിപ്പാൻ കഴിയും. But the unbelievers' sin that is against the Holy Spirit will not be forgiven. എന്നാൽ അവിശ്വാസികളായി പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവർ ഒരിക്കലും ദൈവത്തിന് അത് ക്ഷമിപ്പാൻ കഴിയും. That is what the Lord is referring here. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. I will clarify it and then we will go into the sins that is committed by believers. അത് ആദ്യം പറഞ്ഞ് ക്ലിയർ ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിന്റെ ഈ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. You know this background of this verse that the Lord is speaking. ഇവിടെ ഇതിന്റെ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കിയതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. Verses 22 onwards. അതിന്റെ 22-ാം വാക്യം മുതൽ There was a man brought to him who was blind and mute. അവിടെ ജന്മനാ അന്ധനും മൂകനുമായ ഒരു മനുഷ്യനെ കർത്താവ് മുമ്പിൽ കൊണ്ടുവരുന്നത്. The Lord healed him. ആ കർത്താവ് അവനെ സൗഖ്യമാക്കി. And the people multitude were amazed. ഒക്കെയും വളരെ അതിശയിച്ചു നാം വായിക്കും. Could this be the son of David? ഇത് ദാവീദിന്റെ പുത്രൻ തന്നെയോ? You know, the word son of David is always pointing to Messiah. നമുക്കറിയാം ദാവീദ് പുത്രൻ എന്ന് അവരെപ്പോഴും ഉദ്ധരിക്കുന്നത് അവരെ വരുവാനുള്ള മഷിയെ കുറിച്ച് പറയാനാണ്. It's a reference from the book of Daniel. അത് ദാനിയേൽ പ്രവചനമുള്ള ഒരു വാക്കാണ് അവിടെ ഉദ്ധരിക്കുന്നത്. So when they saw this, they were almost convinced. Is he the Messiah whom we are waiting? ഇത് വരുവാനുള്ള മഷി തന്നെയാണോ ഇതെന്ന് അവർ ചോദിക്കുകയാണ്. Then this was heard by Pharisees. ഇത് പരീശന്മാർ കേട്ടിട്ട് Then they told, അവർ ഇപ്രകാരം പറഞ്ഞു, he is committing this by the power of Beelzebul, the ruler of demons. അവൻ പറയുന്നത് ഇത് അവർ ബെയൽസെബൂലിനെ കൊണ്ടാകുന്നു ഇത് ചെയ്യുന്നത്. Keep it in mind, the Lord has done the miracles and they are assigning that power of this miracle to Beelzebul, who is a ruler of demons. ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാകുന്നു ഇത് ചെയ്യുന്നതെന്ന് അവർ പറയുകയാണ്. Then only the Lord told, this sin will not be forgiven. അപ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത് ഈ പാപം ഒരിക്കലും പൊറുക്കുകയില്ല. നമുക്ക് അല്പം കൂടെ ദീർഘമായി ഇതിനെ കുറിച്ച് ചിന്തിക്കാം. See, the Lord was sent to the house of Israel. നമുക്കറിയാം കർത്താവ് ഇസ്രായേൽ ഭവനത്തിലോട്ടാണ് അയക്കപ്പെട്ടത്. John's Gospel chapter 1 and 11. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ he came to his own, but his own didn't receive him. അവൻ സ്വന്തമായിലേക്ക് കടന്നു വന്നാൽ സ്വന്തമായ ആരും അവനെ സ്വീകരിച്ചില്ല. Turn with me to Matthew chapter 10. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാം. Verses 5 and 6. അതിന്റെ 5-6 വാക്യങ്ങൾ. When the Lord was on this earth, കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ when he sent his disciples for ministry, അവൻ തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോൾ see what instruction he has given. കർത്താവ് എന്ത് ഉപദേശമാണ് അവരോട് നൽകിയത്? You know, do not go into the way of the Gentiles and do not enter into the city of Samaria. ജാതികളുടെ അടുക്കൽ പോകാതെ ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെ
ചെല്ലാൻ ആണ് but കർത്താവ്. go rather to the lost sheep of the house of Israel. എന്നാൽ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. The Lord has specifically told you don't go to Gentiles or Samaritans, but go to Israelites only. നമ്മുടെ കർത്താവ് തന്നെ പറയുകയാണ്, ജാതികളുടെ അടുക്കലും ശമര്യരുടെ പട്ടണത്തിൽ നിങ്ങൾ പോകരുത്. He was sent to minister among the Jewish people. എന്നാൽ അവർ യഹൂദ മധ്യയാണ് അവർ സംസാരിക്കാൻ കർത്താവ് താല്പര്യപ്പെട്ടത്. Turn to chapter 15. അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ Verses 24. അതിന്റെ 24-ാം വാക്യം Again there you read like this. നാം വീണ്ടും ഇപ്രകാരം വായിക്കും. I was not sent except to the lost sheep of the house of Israel. നമ്മൾ പറയുന്നു ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. The Lord's ministry was among the Jewish people. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ അത് യഹൂദന്മാരുടെ മധ്യയായിരുന്നു. When did he start the ministry towards the Gentiles? എപ്പോഴാണ് അവൻ തന്റെ ശുശ്രൂഷ ജാതികളുടെ ഇടയിലേക്ക് തിരിച്ചത്? See, the last commission yesterday when we were for the baptism service, we were taken up with that words in chapter 28 of Matthew. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം കാണുന്ന കർത്താവിന്റെ അവസാന കൽപ്പനകൾ നാം അവിടെ കാണുകയുണ്ടായി. Going into all the world. നിങ്ങൾ ഭൂതലമൊക്കെയും പോയി. That is not what he is told here. അത് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. That is not. അതല്ല ഇവിടെ പറയുന്നത്. Here it was exclusively ministry to the Jewish people. ഇവിടെ യഹൂദന്മാർ മധ്യം മാത്രം സംസാരിക്കുന്ന കാര്യമാണ് ഇവിടെ But പ്രതിപാദിക്കുന്നത്. after this resurrection, he gave commission to go into all the world. എന്നാൽ അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ പറയുകയാണ് ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കും. It is after the rejection of the Jewish people. എന്നാൽ ഇത് യഹൂദന്മാർ അവനെ തിരസ്കരിച്ചതിന് ശേഷമാണത്. And let us turn to Romans chapter 11. റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാം. And verses 15. അതിന്റെ 15-ാം വാക്യം There it is written like this. അവരുടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. For if they being cast away, keep it in mind, chapter 9, 10 and 11 of Romans speaking about the Jewish people. നമ്മൾ മനസ്സിലാക്കണം, റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ യഹൂദന്മാരെ പ്രതിപാദിക്കുന്നതാണ്. Here also concerning the Jewish people. ഇവിടെയും യഹൂദന്മാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. The casting of them has brought reconciling to the world. അവരുടെ ധ്വംസം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. Yes, the casting of them, the Lord has cast out these people. It brought reconciliation for the world. അവരെ അവിടെ നിന്ന് രക്ഷിച്ചതിനാൽ അത് ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. One more verse I will take. It is many verses are in my mind. പല വാക്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഒരു വാക്യം കൂടെ ഉദ്ധരിക്കട്ടെ. Turn to Acts chapter 13. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം verses 46. അതിന്റെ 46-ാം വാക്യം. Paul and Barnabas grew bold and said, it was necessary that the word of God should be spoken to you first. But since you reject it and get yourself unworthy of everlasting life, behold, we turn to the Gentiles. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യപ്പെട്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. It was because of the rejection of the Jewish people, salvation has come to the Gentiles. യഹൂദന്മാർ ഈ രക്ഷയെ തള്ളിക്കളഞ്ഞതിനാലാണ് ജാതികൾക്ക് ഇത് അസാധ്യമായത്. Let us come back to the passage we read in chapter 12 of Matthew. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. Yes, there the Lord has done miracle. ഇവിടെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. Let me, since I have gone detail into gift of the Holy Spirit. ഞാൻ ഈ പരിശുദ്ധനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. I know, but since I have got into this gift of the Holy Spirit detail, ഈ പരിശുദ്ധമാവിന്റെ ദാനത്തെ കുറിച്ച് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. and we find that this we read in Mark's Gospel, മർക്കോസിന്റെ സുവിശേഷം, which is one of the most controversial and misunderstood passage. അവിടെ ഏറ്റവും ധാരാളം ഡിബേറ്റ് ജനിപ്പിക്കുന്ന ഒരു പാസേജ് ആണത്. It is a word spoken by the Lord himself. കർത്താവ് താൻ തന്നെ പറഞ്ഞൊരു വാക്കാണത്. Mark's Gospel chapter 16. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം and verse 17. അതിന്റെ 17-ാം വാക്യം. And these signs will follow by those who believe. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും. Verse 8, in my name they will cast out demons, they will speak in new tongues. It goes on. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. Why it is not coming out of us? എന്തുകൊണ്ടാണ് ഇതൊന്നും നമ്മുടെ സംഭവിക്കാത്തത്? Are we not believers? നമ്മുടെ എന്താ വിശ്വാസികളല്ലേ? It's the Lord who told it will
signs will follow by those who believe. അവിടെ കർത്താവ് താൻ തന്നെ പറയുകയാണ് വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെയും നടക്കും. I was so much troubled in the early days of my Christian life. Why am I not a believer? ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എന്നെ വളരെയധികം ഈ ഭാഗങ്ങൾ ബുദ്ധിമുട്ടിച്ചു. എന്താണ് ഞാൻ ഒരു വിശ്വാസിയല്ലേ? I will tell you what the meaning is. ഞാൻ ഇവിടെയും പറയുന്നതിന്റെ അർത്ഥം ശരിയായ അർത്ഥം എന്താണ്? See, I am using a New King James version. ഞാൻ ന്യൂ കിംഗ് ജെയിംസ് വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. This is I am using because it is more true to the original language. എന്നാൽ ഇത് ഒറിജിനൽ ഭാഷയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. You should use either NKJV or New American Standard Version. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇംഗ്ലീഷ് പരിഭാഷ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂ കിംഗ് ജെയിംസ് വേർഷനോ അല്ലെങ്കിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. Whenever translation there are difficult passages, they will give the footnote somewhere on the path. നിങ്ങൾ എന്നാൽ അവര് ഇതുപോലത്തെ പ്രശ്നങ്ങളായ ഭാഗങ്ങൾ വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഫുട്നോട്ട് അവിടെ കാണാം. Here there is a footnote. ഇവിടെ അതുപോലെ ഒരു ഫുട്നോട്ട് ഉണ്ട്. I will read that. ഞാനത് അഭിപ്രായം വായിക്കാം. These signs will follow by those who believe. വിശ്വസിക്കുന്നവരാൽ അടയാളമൊക്കെ സംഭവിക്കും. You know the footnote is this sign shall follow by those who have believed. ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത് വിശ്വസിച്ചവരാലാണ്. Yes, keep it in mind. Not by those who are going to believe, but by those who have believed. വിശ്വസിക്കാൻ പോകുന്നവരാലല്ല, വിശ്വസിച്ചവരാലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. Who are they? ആരാണിവർ? They are the disciples. അത് ഈ ശിഷ്യന്മാരാണ്. They are the disciples standing beside him. ഈ കർത്താവിന്റെ സമീപം നിൽക്കുന്ന ഈ ശിഷ്യന്മാരാണ്. The Lord told this signs will follow by those who have already believed. കർത്താവ് പറയാണ് വിശ്വസിച്ചവർ നിങ്ങളാൽ തന്നെ ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. I will prove you from there itself. ഞാൻ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഇത് പ്രൂവ് ചെയ്തു തരാം. Look at verses 20. അതിന്റെ 20-ാം വാക്യം വായിക്കാം. They went out and preached everywhere, the Lord working with them and confirming the word through the accompanying signs. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. Who are they? ആരാണ്? They are the disciples. അവർ ഈ കർത്താവിന്റെ ശിഷ്യന്മാരാണ്. As they preached, there were miracles happening. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. These are the people the Lord told these signs will follow by those who have already have believed. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവരാൽ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ സംഭവിക്കുന്നു. Keep in mind, it is not to happen by us. മനസ്സിലാക്കുക, നമ്മളെ കുറിച്ചല്ല കർത്താവോട് പറയുന്നത്. This is very much misunderstood. അത് പലപ്പോഴും തെറ്റായി ധരിക്കാറുണ്ട്. Not only that, these miracles that is told here is sign. This sign will follow. ഈ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നു. Yes, underline that. Sign is a pointer. അടയാളങ്ങൾ എന്നുള്ളത് അവിടെ കാണിക്കുന്നതാണ്. പോയിന്റർ ആണ്. It is pointing. അത് നമ്മൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. I will show you. Turn with me to Acts chapter 2. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Acts chapter 2. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം. Acts chapter 2. There you read like this in chapter 2 and verse 22. അതിന്റെ 22-ാം വാക്യം പ്രകാരം നാം വായിക്കും. Men of Israel, hear these words. Jesus of Nazareth, a man attested by God to you by miracles, wonders, and signs which God did through him in your midst, as you yourself know. ഇസ്രായേൽപുരുഷന്മാരെ ഈ വചനം കേട്ടോളൂ. നിങ്ങൾ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശു. The Lord was showing him. He is the Messiah. കർത്താവ് ദൈവം ഇപ്രകാരം കാണിച്ചതാണ്, ഇവനാണ് മശീഹ എന്ന്. By the attesting him by the miracles, wonders and signs. അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നു. So this was a sign. അതുകൊണ്ട് ഇത് ഒരു അടയാളമായിരുന്നു. Sign pointing that he is the one. നമുക്ക് കാണിച്ചു തരുന്ന ഒരു അടയാളമായിരുന്നു ഇത് അവനാകുന്നു. And I'm going to tell you something more serious here. എന്നാൽ ഞാൻ അതിനേക്കാൾ വളരെ സീരിയസ് ആയി മറ്റൊരു കാര്യം പറയാം. See, people say today these miracles are taking place. നാം പലരും പറയാറുണ്ട് ഇപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. If miracles have to take place, it has to qualify these three things here. ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ അവിടെ സാധ്യമാകേണ്ടത്. It is not it because we are living in a time when many other doctrines are confusing people. എന്നാൽ നാം ഈ ജീവിക്കുന്ന കാലഘട്ടം മറ്റ് പല ഉപദേശങ്ങളാൽ ആൾക്കാരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. If it has to be qualified as sign in the scripture, 3 things should happen. അത് അടയാളങ്ങളോ അത്ഭുതങ്ങളോ ആണെങ്കിൽ അവിടെ 3 കാര്യം വേദപുസ്തകത്തിൽ പറയുന്നു. You can write it down
1, 2, 3 in your Bible. നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ അത് ഇങ്ങനെ 1, 2, 3 അടയാളപ്പെടുത്താം. Look at verses 22 again. ആ 22-ാം വാക്യം വീണ്ടും നാം വായിക്കുക. Yeah, the first one, miracle. അവിടെ ആദ്യത്തെ കാര്യം പറയുന്നത് ശക്തി, അത്ഭുതങ്ങൾ. Second, wonder. അവിടെ അത്ഭുതങ്ങൾ. Then sign. പിന്നെ അടയാളങ്ങൾ. Miracle, that means something unusual thing has to happen. അവിടെ ശക്തികൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാതെ മറ്റെന്തോ ഒരു അന്വേഷണമായ ഒരു സംഭവം അവിടെ സംഭവിക്കുന്നു. Then only it will qualify as a miracle. അത് മിറക്കിളായിട്ട് അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത് ഇപ്രകാരം ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമായിരിക്കണം. Not telling that my stomach ache is gone, my headache is gone. അത് നമ്മുടെ വയറുവേദന പോയി, തലവേദന പോയി എന്ന് പറയുന്നത് കൂട്ടല്ല. When these disciples, they were healing people, they healing the paralytic man or man with a withered hand or a blind man. It was visible. Unusual thing were happening. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും സാധ്യമാകാതിരുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. കൈ വരേണ്ട മനുഷ്യൻ അല്ലെങ്കിൽ നടന്നു നടക്കുന്ന മനുഷ്യൻ അവരൊക്കെ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നു. Then people were wondered. അപ്പോൾ ആളുകൾ അത്ഭുതസ്ഥരായി നാം വായിക്കുന്നു. When they got wonder, then it became, a sign. അവിടെ കർത്താവ് ആവശ്യമായപ്പോൾ അത് അവിടെ ഒരു അടയാളമായി തീർന്നു. Keep these 3 things. I will show you again in the Bible. ഈ 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊള്ളുക. 3 കാര്യങ്ങൾ പറയാം. Turn with me to 2 Corinthians 12:12. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Since it is a confusing topic and so many are carried away with other doctrines, I just wanted to clarify this before going into the talk. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഇടയാകുന്നതുകൊണ്ട് പലവിധമായ ഉദ്ദേശങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് ഇത് ക്ലാരിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാമെന്ന് തക്കണം ആഗ്രഹിക്കുന്നു. There was time I would have taken you gift of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ തക്കണം ഞാൻ സമയമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടായിരുന്നു. 2 Corinthians 12:12. 2 കൊരിന്ത്യർ 12-ാം അധ്യായം. These 3 things you find there. അവിടെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. Same 3 things. ഈ മുമ്പ് പറഞ്ഞ ഇതേ 3 കാര്യങ്ങൾ. Truly the signs of an apostle. Look at that. Signs of an apostle were accompanied among you with perseverance, signs, wonder, and mighty deeds. അവിടെ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ അവിടെ പറയുന്നു. പൂർണ്ണ സഹിഷ്ണുതയും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നിങ്ങളുടെ ഇടയിൽ തെളിയും. Mighty deed, unusual thing happened. അവിടെ പറയുന്നു അവിടെ അടയാളങ്ങൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. Then the people were wondered. അപ്പോൾ ആളുകൾ അത്ഭുതസ്ഥരായി. It became a sign. അത് ഒരു അടയാളമാണ്. So this apostle was able to do that because of the power was given to them by the Lord. അപ്പോസ്തലന്മാരുള്ള അത് സാധ്യമായിരുന്നെന്നാൽ കർത്താവ് അവർക്ക് നൽകിയ അധികാരം വെച്ച്. One more passage in Romans chapter 15. റോമാലേഖനം 15-ാം അധ്യായത്തിലോട്ട് കൂടെ നമുക്ക് കടന്നു പോകാം. Yes, Romans chapter 15. റോമാലേഖനം 15-ാം അധ്യായം 18 and 19. അതിന്റെ 18 19 വാക്യങ്ങൾ. 19. In mighty signs, wonder, the power of the Spirit. 15:19. In English, അങ്ങനെ ഞാൻ യെരുശലേം probably that. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലോരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച ക്രിസ്തുവിന്റെ സുവിശേഷ ഭാഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ഞാൻ മുഖാന്തര ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും വിടുവാൻ ഞാൻ തുനിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അവിടെ ആളുകൾ ശ്രദ്ധരാവുകയാണ്. അതൊരു അടയാളമായി തീർന്നു. Now we come back to Matthew. നമ്മൾ തിരിച്ച് നമ്മുടെ സുവിശേഷത്തിലേക്കാണ്. So when people say wonders are taking place or miracles are happening, these 3 things should be there. അത്ഭുതങ്ങളോ അടയാളങ്ങളോ അവിടെ ആളുകൾ പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കണം. Unusual thing by the power of God should take place. ദൈവത്തിന്റെ ശക്തിയാൽ അവിടെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കണം. People will get wonder. ആളുകൾ ശ്രദ്ധരാവണം. Then it will become a sign. അപ്പോൾ അത് അവിടെ ഒരു അടയാളം. This is exactly we read in Acts chapter 2:22. ഇത് തന്നെയാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിച്ചത്. Through the Lord's deeds, miracles were taking place, and through that, people were wondered and became a sign, proving that He is the Son of God. കർത്താവിന്റെ തന്റെ അടയാളങ്ങളാൽ അവന്റെ പ്രവൃത്തി കൊണ്ട് അത് അവർക്ക് വെളിവായി വരികയും അത് അവർക്ക് ഒരു അടയാളമായി തീരുകയും ചെയ്തു. Now come back to Matthew chapter 12.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. Last night we were meditating on unpardonable sin. നാം ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത പാപത്തെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. See, there the Lord healed this man blind and mute. അന്ധനും മൂകനുമായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. Verse 23. അതിന്റെ 23-ാം വാക്യം. People were amazed. പുരുഷാരൊക്കെയും വിസ്മയിച്ചു. Then it became a sign. Is he the son of David? അപ്പോൾ പുരുഷാരൊക്കെ വിസ്മയിച്ചിട്ട് ഇതാ ദാവീദ് പുത്രൻ എന്ന് പറയും. Here also the three things are accompanying. ഇവിടെയും ഈ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. You know, the Spirit was working and making these miracles. നാം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുകയും ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ സംഭവിക്കുകയാണ്. But they are assigning it to Beelzebul, the Lord of Lies. എന്നാൽ അവർ അത് ഈ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാവുന്നു അവൻ ചെയ്യിക്കുന്നു എന്ന് പറയുന്നു. The Spirit has come to this world. We read in John's Gospel 16 verses 8. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നാം പ്രകാരം വായിക്കുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് He is sent to convince the people. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരെ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. You know, so many miracles the Lord has done with the Jewish people to convince them that He is a son of David or promised Messiah. They didn't believe. കർത്താവ് ഈ ഭൂമിയിലാകുമ്പോൾ പല പ്രവൃത്തികളും ചെയ്തു അവർക്ക് ഒരു അടയാളമായിട്ടായിരുന്നു ഞാൻ ദാവീദ് പുത്രനാകുന്നു എന്ന് തെളിയിക്കേണ്ടതിന്. എന്നാൽ അവർ അത് വിശ്വസിച്ചില്ല. Then the Lord told them, അപ്പോൾ കർത്താവ് അവരോട് പ്രകാരം പറഞ്ഞു, this sin will not be forgiven. ഈ പാപം ഒരിക്കലും നിങ്ങളോട് പൊറുക്കുകയില്ല. In other words, മറ്റു വാചകത്തിൽ, you know, we read in Acts chapter 7 verses 51 as in the sermon of Stephen. അല്ലെങ്കിൽ സ്തെഫാനോസിന്റെ ലാസ്റ്റ് സെർമണിൽ നാം 7-ാം അധ്യായം you are always resisting the Holy Spirit. നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു എന്നാണ് സ്തെഫാനോസ് അവിടെ പറയുന്നത്. Whether we who are saved, പ്രിയ വിശ്വാസികളെ, രക്ഷിക്കപ്പെട്ടവരായ നാം we are not committing this sin. നാം ഈ തെറ്റ് ഇവിടെ ചെയ്യുന്നില്ല. This sin is done by the people who don't believe in the Lord. ഈ തെറ്റ് ചെയ്യുന്നത് വിശ്വസിക്കാത്തവരായ ആളുകളാണ്. That sin will not be pardoned. ആ പാപം ഒരിക്കലും പൊറുക്കാവുന്നതല്ല. That is the only sin in the world that will not be pardoned. ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏക പാപം എന്ന് പറയുന്നത് അതാണ്. Any other sin, whether it is like crimson or red color, it will be, God can make it white. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് പൂർണ്ണമായി ശുദ്ധമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. This is a sin sin that is committed by unbelief. അതുകൊണ്ട് ഈ പാപം എന്ന് പറയുന്നത് അവിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന പാപമാണ്. This is actually the sin that the Lord is referring to. ഈ പാപമാണ് കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത്. Unbelievers. അവിശ്വാസികളെ. The rest of the time we will go to the sin that is committed by believers. ഇനി അല്പനേരം ശേഷം ഈ വിശ്വാസികളാൽ നടക്കാവുന്ന പാപങ്ങളെ കുറിച്ച് സംസാരിക്കാം. The believers commit 2 kinds of sin against the Holy Spirit. വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെതിരെ 2 തരം പാപങ്ങളാണ് ചെയ്യാൻ സാധിക്കുക. What are they? അത് ഏതൊക്കെയാണ്? We will just quickly, we will not have much time, but we will glance through it to understand. നമുക്ക് അധികം സമയമില്ലാതെ പെട്ടെന്ന് തന്നെ അതിന് കടന്നു പോകാം. You know, first one, you go to Ephesians chapter 4. ആദ്യമായിട്ടുള്ളത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം. These are the 2 sins that a believer commit against the Holy Spirit. പരിശുദ്ധാത്മാവിനെതിരെ നടത്താവുന്ന 2 വിശ്വാസികൾ നടത്താവുന്ന 2 പാപങ്ങളാണ് ഇവിടെ പറയുന്നത്. Whatever sin you do, it can be brought under these 2 titles. ഏതൊക്കെ നിങ്ങൾ പാപം വിശ്വാസം ചെയ്താലും ഈ 2 തരത്തിന്റെ കീഴിൽ അത് വരുന്നതാണ്. First one, ആദ്യത്തേത് Ephesians chapter 4. എഫെസ്യ ലേഖനം 4-ാം അധ്യായം and verses 30. അതിന്റെ 30-ാം വാക്യം. Do not grieve the Holy Spirit of God, by which you were sealed for the day of redemption. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടു. Yeah, grieving the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. A believer only can grieve the Holy Spirit. ഒരു വിശ്വാസികൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ. Because in the unbelievers' heart there is no Holy Spirit. എന്നാൽ അവിശ്വാസികളുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവില്ല. I just want to tell you, look at that verse. In English Bible it is very clear, but Malayalam Bible we cannot understand. ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്, അത്രയും ക്ലിയർ അല്ല. You know, whenever you read it in the English Bible, capital S, it is always for the Holy Spirit.
ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്യാപിറ്റൽ എസ് എപ്പോഴും ഹോളി സ്പിരിറ്റിനെ Here it is capital S. ഇവിടെ അത് ക്യാപിറ്റൽ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Whenever it is small spirit is used, it is for the spirit of man. എപ്പോഴൊക്കെ ചെറിയ സ്മോൾ ലെറ്റർ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കാണിക്കുന്നു. Because we are composed of three parts: soul, spirit, and body. എന്നാൽ നാം നിർമ്മിക്കപ്പെട്ടിരുന്ന മൂന്ന് ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് കാരണങ്ങളാലാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. That spirit is smallest. Smallest. ഈ ആത്മാവ് ചെറുതാണ്. But a small letter S is used. അവിടെ ചെറിയ എസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. But for the Holy Spirit, because it is God and a person, it is always capital S. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വലിയ ദൈവമായിരിക്കാൻ അത് ക്യാപിറ്റൽ എസ് വെച്ചാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. We who are born again, as we have studied the other day, the first gift God gives is the Spirit of God into us. രക്ഷിക്കപ്പെട്ട നമുക്ക് ആദ്യമായി ലഭിക്കുന്ന ദാനം എന്നുള്ളത് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. The Spirit is in us. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. In our life, we can grieve Him. ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് അവനെ ദുഃഖിക്കാതെ കഴിയും. But keep it in mind, grieving is always connected to people who love one another. മനസ്സിലാക്കണം, ദുഃഖിപ്പിക്കുന്നത് എപ്പോഴും സ്നേഹിക്കുന്നവർ തമ്മിലാണ് അത് സാധ്യമാവുന്നത്. A husband can grieve the wife, a wife can grieve the husband. ഒരു ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവിനെ ദുഃഖിപ്പാൻ തപ്പണം കഴിയും. But you cannot grieve an enemy or a person who doesn't love you. ഒരിക്കലും നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെയോ അവർക്ക് നിങ്ങളെയോ ദുഃഖിപ്പാൻ തപ്പണം കഴിയും. No, you cannot. നമുക്ക് സാധ്യമല്ല. You cannot grieve an enemy of you. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനെ ദുഃഖിപ്പാൻ തപ്പണം സാധ്യമല്ല. But if something happened to my children or my wife or something, I get grieved. എന്നാൽ എന്റെ മക്കൾക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അത് ദുഃഖിപ്പാൻ. So when God says don't grieve the Holy Spirit, കർത്താവിടെ കർത്താവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ there is a character of the Holy Spirit that we have not understood properly. പരിശുദ്ധാത്മാവിന്റെ ഒരു ക്യാരക്ടർ നാം മനസ്സിലാക്കുന്നുള്ളതാണ്. Look at Romans chapter 15. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ verses 15 and verses 32. അതിന്റെ 15-ാം അധ്യായം 32-ാം വാക്യം. There it is written 15 and 32. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Yeah, in English it is 30. Please. Malayalam it is 32. Okay. Malayalam 32, but in English it is 30, verse 30. ഇംഗ്ലീഷില് വേഴ്സ് 30-ലാണത്. And there it is written through the love of the Spirit. അവിടെ ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് നിങ്ങളോട് The love of the Spirit that is in us loves us. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മളെ സ്നേഹിക്കുന്ന ആത്മാവാണ്. I want to take a beautiful illustration from the Old Testament. പഴയ നിയമത്തിൽ നിന്ന് ഒരു വളരെ മനോഹരമായ ഒരു കാര്യം ഉദ്ധരിക്കട്ടെ. You know, Eliezer, he was seeking a bride for Isaac. നമുക്കറിയാം എലിയാസർ ഇസാക്കിന് വേണ്ടി ഒരു മണവാട്ടി അന്വേഷിക്കുന്നു. And all what he was doing is he was testifying, I have a very rich master. അവിടെ അവൻ ചെയ്ത ഏക കാര്യം എന്ന് പറയുന്നത് അവൻ പറയുന്നു, ഞാൻ എനിക്കൊരു വലിയ ഒരു മാസ്റ്റർ ഉണ്ടാകുന്നത് ധനികനായ. And he has only one son. അവന് ഏക ഒരു മകനാണുള്ളത്. I have come here to seek a bride for him. അവന് ഒരു മണവാട്ടി അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. And only after she agreed, he dwelt in that house. അവൾ അത് അംഗീകരിച്ചില്ല. എഗ്രി ചെയ്തതിനു ശേഷം മാത്രമാണ് അവൻ ആ ഭവനത്തിൽ താമസിച്ചത്. How did she understand that he is speaking about a rich, bridegroom? എപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൻ ധനികനായ ഒരു ആളെ കുറിച്ചാണ്, വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? This servant has given out gold, ornaments and many golden things, costly things. Then she understood the servant has come from a rich, master. അവൻ തന്നെ തങ്കവളകൾ അവളെ അണിയിച്ചതായിട്ടും ധാരാളം അവിടെ കാണിച്ചപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ധനവിജയനായ ഒരു കുടുംബത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. He was speaking only about his master and his son. അവൻ എപ്പോഴും സംസാരിച്ചത് തന്റെ ഉടയവനെ പറ്റി മാത്രമാണ്. This is exactly the Spirit. ഇത് തന്നെയാണ് ആത്മാവ് ചെയ്യുന്നത്. Once she agreed, അത് എഗ്രി ചെയ്യുമ്പോൾ, look at the story. He was taking, Rebecca through the desert. കഥ കാണുമ്പോൾ അറിയാം, അവൻ റെബെക്കയെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്കറിയാം റെബെക്ക വളരെ സുന്ദരിയായ മനോഹരിയായ ഒരു സ്ത്രീയായിരുന്നു. ആ മരുഭൂമി യാത്രയിൽ ആ മരുഭൂമിയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ many nights
പല രാത്രികൾ I believe Eleazar didn't sleep. He would have been watching over her. നാം ഇപ്രകാരം ചിന്തിക്കാം, എലിയാസർ ഒരിക്കലും ഉറങ്ങിയിരുന്നില്ല, അവൻ അവിടെ കാവലിരുന്നു എന്ന് നാം ചിന്തിക്കാം. Until he gave over her to the hands of Isaac. ഇസാഖിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വരെ അവൻ അവർക്ക് കാവലിരുന്നു നമുക്ക് അനുമാനിക്കാം. What the Spirit is doing. ഇത് തന്നെയാണ് ആത്മാവ് നമ്മളോട് ചെയ്യുന്നത്. The Spirit is speaking about our beloved bridegroom. നമ്മുടെ ആത്മാവ് നമ്മളോട് പറയുന്നു വരുവാനുള്ള നമ്മുടെ മണവാളനെ കുറിച്ച്. And he is bringing us through this desert to give us as his bride. ഈ മണവാട്ടിയെ ഈ മരുഭൂമിയിൽ കൂടെ ഇപ്രകാരം അവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. And the Lord is telling, don't grieve this spirit. അപ്പോൾ കർത്താവ് പറയുന്നു, ഈ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. As I have told you, since the Spirit loves us so much, God is telling, don't grieve the Holy Spirit. ആത്മാവ് നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് പറയുകയാണ് ഈ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Turn with me to Amos chapter 3 and 3. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. We are walking along, or the Spirit is walking with us in this world. നമുക്കറിയാം, ഈ ആത്മാവിനോട് കൂടെയാണ് നാം ഈ ഭൂമിയിൽ നടക്കുന്നത്. In chapter 3 of Amos and verses 3, അതിന്റെ 3-ാം അധ്യായം 3-ാം വാക്യം, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കും. two walk together unless they are agreed. രണ്ടുപേര് ഒരുമിച്ച് ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയൂ. We are the Spirit walking together. നാം ഈ ആത്മാവും ഒരേ ഒരുമിച്ച് നടക്കുകയാണ്. Eleazar walking along with Rebecca until she was handed over to her bridegroom. എലിയാസർ റെബെക്കയോട് ചേർന്ന് ഒരുമിച്ച് നടക്കുകയാണ്, ഇസാഖിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് വരെ. Here we read, ഇവിടെ നാം വായിക്കുന്നു, and to walk unless two people agree together. രണ്ടുപേർ തമ്മിൽ പറഞ്ഞ് ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? Turn with me to Isaiah chapter 63. യെശയ്യാവിന്റെ പുസ്തകം 63-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. How can we grieve the Holy Spirit? എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ സാധ്യമാകുന്നത്? Isaiah 63 and verses 10. അതിന്റെ 10-ാം വാക്യം, 23-ാം യെശയ്യാപ്രവചനം 63-ാം അധ്യായം 10-ാം വാക്യം. But they rebelled and grieved his Holy Spirit. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. Look at that. He rebelled against the Holy Spirit and grieved him. അവർ മത്സരിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു നാം വായിക്കും. Unless we agree with the Holy Spirit, നാം പരിശുദ്ധമായി ഒത്തിട്ടില്ല എങ്കിൽ, unless we walk together, നാം ഒരുമിച്ച് നടക്കുന്നില്ല എങ്കിൽ, if you are walking against the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ എതിരെയാണ് നടക്കുന്നതെങ്കിൽ, we will grieve him. നാം അവനെ ദുഃഖിപ്പിക്കും. What are the things that grieves the Holy Spirit? ഏതൊക്കെ കാര്യങ്ങളാണ് അവനെ ദുഃഖിപ്പിക്കാവുന്നത്? His character itself is holy. അവന്റെ ക്യാരക്ടർ എന്നുള്ളതിന്റെ പരിശുദ്ധമാണ്. He is Holy Spirit. അവൻ പരിശുദ്ധ ആത്മാവാണ്. Anything unholiness comes to our mind, life. നമ്മുടെ ഉള്ളിലുള്ള എന്ത് അശുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിലും, anything defiling us in our spiritual life, നമ്മളെ കളങ്കപ്പെടാത്തത് എന്ത് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും, the Spirit in us is Holy Spirit. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവ് പരിശുദ്ധ ആത്മാവാണ്. He will get grieved. അവൻ ദുഃഖിക്കും. It doesn't suit with his character. അത് അവന്റെ ക്യാരക്ടറുമായി ഒരിക്കലും മാച്ച് ആവുന്നില്ല. Oh, brothers and sisters, you are called as a holy people. നിങ്ങളെ വിശുദ്ധ ജനമായി അവൻ വിളിച്ചു. God has separated us from this world. നമ്മളെ വിളിച്ച് ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു. And he gave his Holy Spirit in us. അവൻ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുകയാണ്, asking us, don't grieve him. പറയുകയാണ്, അവനെ ദുഃഖിപ്പിക്കരുത്. You can walk along with him when you agree together. നിങ്ങൾ ഒരുമിച്ച് ഒക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നടക്കുവാൻ തക്കവണ്ണം If you are സാധിക്കും. going to rebel against him, he will be grieved. എന്നാൽ അവനോട് മത്സരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ ദുഃഖിപ്പിക്കും. He is the Holy Spirit. എന്നാൽ അവൻ പരിശുദ്ധ ആത്മാവാണ്. So how important it is for us to keep our holiness. അതുകൊണ്ട് എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത്. Oh, I can take a lot of things, especially from the book of Leviticus. ലേവ്യ പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ അനുബന്ധിച്ച് പറയാൻ തക്കണം കഴിയും. For example, God gave commandment to the Jewish people what to eat and what not to eat. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, യഹൂദന്മാരോട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഭക്ഷിക്കാൻ എന്ത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്. For example, you take fishes. നിങ്ങൾ മത്സ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, I don't want to take verses when I see the clock. See, they were allowed to eat fishes only with scales and fins. അതിന് മേളില് ചെറുപ്പത്തിലുള്ള മത്സ്യങ്ങളെ മാത്രമേ അവർക്ക് ഭക്ഷിക്കാൻ സാധ്യം.
Why did God ask him to do that? എന്തുകൊണ്ടാണ് കർത്താവ് അപ്രകാരം ആവശ്യപ്പെട്ടത്? Keep it in mind, this Old Testament law was the shadow of coming good thing. നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ഒരു നിഴലാണ്. What does it show? എന്താണ് ഇത് കാണിക്കുന്നത്? Do you know they were able to eat only fishes that doesn't have the scales of fins? They should not eat. They should not eat. Okay. അവര് ഇത് സ്കിൻസ് ഉള്ള അല്ലെങ്കിൽ ചെറുപ്പിലുള്ളത് കഴിക്കാൻ ഇല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല. Do you know that kind of fish where they live? Do you know where those fishes live in the water? നിങ്ങൾക്കറിയാമോ അങ്ങനത്തെ മത്സ്യങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? The fishes that doesn't have fins and scale always in the caves or in darkness or under leaves. നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്കെയിൽസ് അല്ല ചെതുമ്പലൊന്നും ഇല്ലാത്ത മത്സ്യങ്ങൾ എപ്പോഴും ഏറ്റവും അടിത്തട്ടിലുള്ള ഇരുട്ടിലാണ് താമസിക്കുന്നത്. They love darkness. അവര് ഇരുട്ട് ഇഷ്ടപ്പെടുന്നു. But the fishes with fins and scale, they come up on the sunlight. എന്നാൽ സ്കെയിലുള്ള അല്ലെങ്കിൽ ചെതുമ്പലുള്ള ഈ മത്സ്യങ്ങൾ എപ്പോഴും ഉപരിതലത്തിലേക്ക് കടന്നു വരുന്നു. God is teaching Israelites. കർത്താവ് അവരോട് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. More than to them, He is speaking to us. അവരോട് എന്നതിലുപരി നമ്മളോട് കർത്താവ് പഠിപ്പിക്കുകയാണ്. You to be holy. നിങ്ങൾ വിശുദ്ധരായിരിക്കുക. Don't have any fellowship with darkness. നിങ്ങൾ ഇരുട്ടുമായി യാതൊരു വിധമായ കൂട്ടായ്മയും പാടില്ല. We are a people known as holy brethren. നാം വിശുദ്ധ വേർപെട്ട ജനമെന്ന് നമ്മൾ അറിയപ്പെടുന്നു. That's a name given to us, holy brethren. നമ്മളോട് നൽകപ്പെട്ട നാമമാണ് വിശുദ്ധ സഹോദരന്മാർ എന്നുള്ളത്. And we are the only people from God who are holy in this world. ഈ ലോകത്തിൽ അങ്ങനെ വിളിക്കപ്പെട്ട ഏക ജനം നാം മാത്രമാണ്. So we need to keep holiness. അതുകൊണ്ട് നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. Because the spirit in us is holy. എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധമാണ്. If we rebel, we will grieve him. നാം അവനോട് മത്സരിക്കുന്നുവെങ്കിൽ അവനെ ദുഃഖിപ്പിക്കും. The second sin that believer commit. രണ്ടാമത്തെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ചെയ്യാൻ സാധ്യമായ രണ്ടാമത്തെ പാപങ്ങളുള്ളത്. You turn with me to Thessalonians. തെസ്സലോനിക്ക ലേഖനങ്ങളിലേക്ക് കടന്നു വരാം. 1 Thessalonians chapter 5. 1 തെസ്സലോനിയ 5-ാം അധ്യായം. 1 Thessalonians chapter 5 and verses 19. 1 തെസ്സലോനിയ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. Do not quench the spirit. ആത്മാവിനെ കെടുക്കരുത്. The spirit is presented before us in different figures. ഈ ആത്മാവ് നമ്മുടെ മുമ്പിൽ പല ഫിഗേഴ്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. God has brought before us in different figures. നമ്മുടെ മുമ്പിൽ പല രീതിയിൽ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അവതരിപ്പിച്ചിട്ടുണ്ട്. The spirit is represented before us as wind. കാറ്റെന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. It is represented as before as oil. എണ്ണ എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. Water also representing Holy Spirit. ജലം എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുണ്ട്. Unless you are born again by the Spirit, you will not enter into the kingdom of God. നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. Also, Spirit is figured by fire. അതുപോലെ ആത്മാവ് തീ എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ On the day of Pentecost, the cloven tongues of fire came upon every disciple. That was the Holy Spirit. പെന്തക്കോസ്ത് നാളിൽ പിരിഞ്ഞ നാകുന്ന പോലെ അവരുടെ മേൽ ആത്മാവ് പകർന്നെന്ന് നാം കാണുന്നു. And here it is told, don't quench the Spirit. അവിടെ പറയുകയാണ് ഈ ആത്മാവിനെ നിങ്ങൾ കെടുക്കരുത്. It wanted to, burn in us or bring light out of us. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുവാൻ തക്കോണം അത് ആഗ്രഹിക്കുന്നു. Yeah, don't quench it. അതിനെ അതുകൊണ്ട് കെടുക്കരുത്. Do you know when Paul is writing this? നിങ്ങൾക്കറിയാം പൗലോസ് എപ്പോഴാണ് ഇത് എഴുതുന്നത്? There was a problem in Thessalonian church. തെസ്സലോനിക്ക സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. Opposite to what happened in Corinthian church. കൊരിന്ത്യ സഭയിൽ എന്ത് സംഭവിച്ചാൽ നേരെ വിപരീതമാണ് ഇവിടെ സംഭവിച്ചത്. These young people, they became enthusiastic in the church. ചർച്ചിലുള്ള ഈ യൗവനക്കാരെയുള്ളവർ വളരെ ഇതിനു വേണ്ടി താല്പര്യം കൂടുതലുള്ളവർ. They started to speak or do something. അവര് സംസാരിക്കാനും പല കാര്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. But the elders in the assembly, എന്നാൽ സഭയിലുള്ള മൂപ്പന്മാർ, they were trying to suppress these people. അവരെ മൂപ്പന്മാർ ഇവരെ ഒതുക്കുവാൻ ശ്രമിച്ചു. And Paul told, stop it, stop quenching out the spirit. അപ്പോൾ പൗലോസ് ധരിച്ചതാണ് ഒരിക്കലും ആത്മാവിനെ കെടുക്കുവാൻ തക്കോണം നിങ്ങൾ തുനിയരുത്, അവിടെ നിർത്തുക. Yes, don't quench it, let it burn in them.
പൗലോസ് പറയുകയാണ് ഒരിക്കലും അത് കിടക്കരുത്, അത് അവരുള്ളിൽ ആളിക്കത്തട്ടെ. See, every person in the assembly, he has some sort of gift given by the Lord. നാം മനസ്സിലാക്കേണ്ട സഭയിലുള്ള എല്ലാ സഹോദരന്മാർക്കും ഒന്നല്ല മറ്റു വിധത്തിലുള്ള ദാനം അല്ലെ കൃപാദാനം അല്ല, not only brothers, sisters, സഹോദരിമാർക്കും കൃപാവരം ലഭിച്ചിട്ടുണ്ട്. Every sister, every brother has got at least one gift. എല്ലാ സഹോദരി സഹോദരന്മാർക്കും അറ്റ്ലീസ്റ്റ് ഒരു കൃപാവരെങ്കിലും ലഭിച്ചിട്ടുണ്ട്. The success of your Christian life is to find out what is the gift that is given to me. നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ വിജയം എന്നുള്ളത് നിങ്ങളുടെ ഇത് കണ്ടുപിടിക്കുന്ന അനുസരിച്ചിരിക്കും. Then after finding out, അത് കണ്ടുപിടിച്ചതിന് ശേഷമോ what you should do? നിങ്ങൾ എന്ത് ചെയ്യണം? You can do one of the two things. നിങ്ങൾ ഒന്നല്ല രണ്ട് കാര്യം ചെയ്യണം. Turn with me to Timothy. തിമോത്തിയോസിന്റെ 2 Timothy chapter 1. 2 തിമോത്തിയോസ് 1-ാം അധ്യായം. 2 Timothy chapter 1. 2 തിമോത്തിയോസ് 1-ാം അധ്യായം. And verse 6. അതിന്റെ 6-ാം വാക്യം. Therefore I remind you, stir up the gift of God that is in you. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കുകയാണ്. See, Malayalam translation is exact. Correct. അത് മലയാളത്തിലുള്ളത് വളരെ ശരിയായ ട്രാൻസ്ലേഷൻ ആണ്. In Tamil, I still remember when I was taking this Tamilian, they in that language, fan it into a flame. Udi kathikka. തമിഴിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉദ്ധരിച്ച ഊതി കത്തിക്കുക എന്നുള്ളതാണ്. The gift is in you. ആ വരം നിന്നിലുണ്ട്. You have to fan it into a flame. ആ കൃപാവരം നിങ്ങൾ ജ്വലിപ്പിക്കണം. If you don't use that, it will lie there like that. അത് നിങ്ങൾ ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ അവിടെ കിടക്കും. Another, turn to 1 Timothy. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. 1 തിമോത്തിയോസ് chapter 4, 4-ാം അധ്യായം, verses 14. അതിന്റെ 14-ാം വാക്യം. Do not neglect the gift that is in you. നിങ്ങളുടെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. Either you can neglect the gift that is in you, or you can stir up the gift that is in you. നിങ്ങൾക്ക് ഒന്നുകിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ ജ്വലിപ്പിക്കാനോ തക്കണം ഈ കൃപാവരമായി സാധിക്കും. Gift has to be blown up. It has to be flared up. It has to be fanned it up. In the life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് ആണി കത്തിക്കുന്നതായി തീരണം. When I stand before you, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ I want to tell you a testimony. എനിക്കൊരു സാക്ഷ്യപ്രകാരം പറയാനുണ്ട്. I am not a Bible school product. ഞാൻ ഒരിക്കലും ഒരു ബൈബിൾ സ്കൂൾ പ്രൊഡക്റ്റ് അല്ല. But I was saved in 1974. ഞാൻ രക്ഷപ്പെട്ട 1974-ലാണ്. I went 1976 into the Middle East. ഞാൻ 76-ൽ ഞാൻ മധ്യപൂർവ്വദേശത്തേക്ക് യാത്രയായി. I wanted to do something for the Lord. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചു. It is a Muslim country. നിങ്ങൾക്കറിയാം അതൊരു മുസ്ലിം രാജ്യമാണ്. And you cannot do many things there. അവിടെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യുവാൻ സാധ്യമല്ല. And I found out there are labor camps. Labor camps. അവിടെ ഞാൻ കണ്ടു അവിടെ ധാരാളം ലേബർ ക്യാമ്പുകളുണ്ട്. In the night time at 9 o'clock. രാത്രി കാലങ്ങളിൽ ഏകദേശം 9 മണിയോട് അടുപ്പിച്ച് they will have their food and they are in the rooms. അവര് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം റൂമുകളിലായിരിക്കും. I take my Bible and will go. ഞാൻ എന്റെ ബൈബിൾ എടുത്ത് അവിടേക്ക് പോകും. I will go to small rooms. ഞാൻ ആ ചെറിയ റൂമുകളിലേക്ക് പോയി. Few people used to gather. അവിടെ അവര് കുറച്ച് പേർ അവിടെ ഒരുമിച്ച് ഇങ്ങനെ കൂടും. I started to teach them. അവരെ ഞാൻ പഠിപ്പിക്കാനായി. In one camp I have taken continuous class for 13 years. ഒരു ക്യാമ്പിൽ ഞാൻ ഏകദേശം 13 വർഷത്തോളം ശുശ്രൂഷിച്ചു. And I have taken classes in different camps like this. അതുപോലെ മറ്റു പല ക്യാമ്പുകളിലും ഞാൻ ഇതുപോലെ ശുശ്രൂഷ ചെയ്യാൻ പറ്റണം. I didn't knew about this, that I was stirring up the gift that was in me. ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ എന്റെ കൃപാവരങ്ങളെ പ്രകാരം ജ്വലിപ്പിക്കുകയാണ്. It was after 20 years of my salvation, the Lord given a burden. You resign your job. You resign. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവിന്റെ ഉള്ളിൽ ആ ഭാരം നൽകിയത്. നീ ജോലി ഉപേക്ഷിക്കുക. Without understanding this truth, by the time I was stirring it up. എന്നാൽ ഇത് അറിയാതെ തന്നെ ഈ സമയം കൊണ്ട് ഞാൻ ഇതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. Let me remind you, sisters and brothers. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇപ്രകാരം let me tell you, young believers here. ഇവിടുത്തെ യൗവനക്കാരായുള്ള നിങ്ങളോട് ഓർപ്പിക്കട്ടെ. There are gifts given by the Lord in you. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഈ കൃപാദാനമുണ്ട്. Either one of you can do, either you can neglect it. Why should I? നിങ്ങൾക്ക് അതിനെ തുച്ഛീകരിക്കാം. Why should I take? Why should I have this moderate? എന്തുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് കരുതണം? ഞാൻ ഇതിനെ തുച്ഛീകരിച്ച് കളയാമല്ലോ. That is neglecting it. അതിനെ തുച്ഛീകരിക്കുന്നതാണ് അതിന്റെ. Or you can stir it up, blow it up. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഊതി അതിനെ വലുതാക്കാം. Unless
unless you blow it up, you will never be fruitful for the Lord. നിങ്ങൾ അതിനെ ഊതി അതിനെ വലുതാക്കുന്നില്ല, പെരുപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന് ഒരിക്കലും ഉപകാരമാകും. The spirit, it wanted to blow up in the fire and spread from you to this world. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് ജ്വലിപ്പിച്ച് ലോകത്തിലേക്ക് കടക്കണമെന്ന് ആത്മാവ് ആഗ്രഹിക്കുന്നു. And the desire, how can we flare it up? എങ്ങനെയാണ് നമുക്കിത് ജ്വലിപ്പാൻ സാധിക്കുക? Take Luke's Gospel chapter 24. ലൂക്കോസിന്റെ സുവിശേഷം 24 One or two more things I will just show within this time. എനിക്ക് ലഭിച്ച സമയത്തുള്ളിൽ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ കാണിക്കാം. And Luke's Gospel chapter 24. ലൂക്കോസിന്റെ സുവിശേഷം 24 24 and verses 32. അതിന്റെ 32 വാക്യം. These are the disciples on the way to Emmaus. നമുക്കറിയാം ഇത് ശിഷ്യന്മാരെ എമ്മോസിലേക്ക് യാത്രയായ ശിഷ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The Lord has vanished from them. നമുക്കറിയാം കർത്താവിൽ നിന്ന് അപ്രത്യക്ഷനായി. They were speaking one another. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. Look at verse 32. അതിന്റെ 32 വാക്യത്തിലേക്ക് They said to one another, did not our heart burn within us while he talked with us on the road and while he opened the scriptures to us? അവൻ വഴി നമ്മൾ സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ഉള്ളിൽ അത് കത്തിക്കൊണ്ടിരുന്നു. What was he teaching them? അവര് കർത്താവ് എന്താണ് അവരെ പഠിപ്പിച്ചത്? Verse 27. അതിന്റെ 27 വാക്യം. Beginning at Moses and all the prophets, he expounded to them in the scripture things concerning himself. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. And when they heard this, their heart was burning. അവർ ഇത് കേട്ടപ്പോൾ അവർ ഉള്ളം കത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. Have you noted it? നിങ്ങൾ ശ്രദ്ധിച്ചു? Unless you study from the scripture about the Lord, നിങ്ങൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നില്ല എങ്കിൽ your heart will not burn it. അത് നിങ്ങളുടെ ഉള്ളിൽ കത്തുകയില്ല. See, here it is written, when the Lord expounded about himself from the scripture. അവിടെ പറയുന്ന കർത്താവ് തന്നെ കുറിച്ച് തന്നെ അവരോട് വ്യാഖ്യാനിച്ചപ്പോൾ This scripture is full of the Lord. നാം മനസ്സിലാക്കേണ്ട ഈ വേദപുസ്തകം മുഴുവൻ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ളതാണ്. Book of Leviticus, I can, from the sacrifice alone, I can speak 365 days about the Lord. ലേവ്യ പ്രവചനത്തിൽ ഏകദേശം ലേവ്യ യാഗങ്ങളെ പറ്റി തന്നെയാണെങ്കിൽ 365 ദിവസത്തോളം എനിക്ക് 365 days I can speak about the Lord. 365 ദിവസം നമ്മുടെ കർത്താവിനെ കുറിച്ച് തന്നെ പറയാൻ. Every day I can speak about the Lord. Meditation from this Leviticus sacrifice only. എല്ലാ ദിവസവും ഈ ലേവ്യ യാഗങ്ങളെ മാത്രം പറ്റി നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും. If you study that, നിങ്ങൾ അത് പഠിക്കുന്നുവെങ്കിൽ your Sunday worship will be more sweet and beautiful. നിങ്ങൾ അത് പഠിക്കുന്നു. നമ്മുടെ ഞായറാഴ്ചയുള്ള നമുക്ക് ആരാധന ഏറ്റവും മനോഹരവും സുഗ്രാഹ്യമായി. You go to YouTube, you can find out my teaching on this Leviticus offering. ലേവ്യ യാഗങ്ങളെ കുറിച്ചുള്ള എന്റെ പഠിപ്പിക്കലുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. Probably it will be 5 to 7 hours. ഏകദേശം 5 മുതൽ 7 മണിക്കൂറോളം ദൈർഘ്യമുള്ളതാണ്. And one brother from Delhi came and saw me. ഡൽഹിയിൽ നിന്ന് ഒരു സഹോദരൻ കടന്നു തന്നെ കണ്ടു. He told me like this. എന്നോട് ഇപ്രകാരം പറഞ്ഞു, Brother, I have heard Leviticus offering 200 times. സഹോദരൻ, ഞാൻ ഏകദേശം 200 പ്രാവശ്യത്തോളം ഞാൻ ഈ ലേവ്യ യാഗങ്ങളെ കുറിച്ച് കേട്ടു. Can you imagine 200 times if he has to hear 200 into 7 hours? How many hours? ഏകദേശം 200 പ്രാവശ്യം കേട്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 200 ഗുണം 7 മണിക്കൂർ വെച്ച് എത്ര മണിക്കൂറുകൾ താൻ കേട്ടു എന്ന്. And I came to understand that he started to teach this. ഞാൻ പിന്നീട് മനസ്സിലാക്കി സഹോദരൻ ഇത് പഠിപ്പിക്കാൻ ആരംഭിച്ചു എന്ന്. What I want to tell you, look at the Leviticus offering. Only 2 things basically used. അവിടെ ലേവ്യ യാഗം നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. Chapter 2, either of flour, മാവ്, grains. Yes, മാവ്. അവിടെ 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നുകിൽ മാവ് അവിടെ ഉപയോഗിക്കും, otherwise it is meat. അല്ലെങ്കിൽ അവിടെ ഒരു മാംസമാണ് ഉപയോഗിക്കുന്നത്. Either animals or flour. This is only 2 things. Sacrifice. അവിടെ മൃഗങ്ങളോ അല്ലെങ്കിൽ മാവോ മാത്രമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ലേവ്യ യാഗങ്ങൾ ഉപയോഗിക്കുന്നത്. I want to take and show you from the book of Kings, but no time. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പറയണമെന്നുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. First King chapter 4. രാജാക്കന്മാർ 4-ാം അധ്യായം. Do you know what was the food that was served on the table of Solomon?
ശലോമോന്റെ മേശയെങ്കിൽ ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം എന്താ നിങ്ങൾക്കറിയാമോ? There was no fish. അവിടെ ഒരു മത്സ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. No fish. അവിടെ മത്സ്യം ഇല്ലായിരുന്നു. And what was it? പിന്നെ എന്തായിരുന്നു? Either made of flour or out of meat. അത് ഒന്നുകിൽ ഈ ധാന്യം കൊണ്ടോ അല്ലെങ്കിൽ മാംസമോ ആയിരുന്നു. Why? എന്തുകൊണ്ടാണ്? Why it is in the sacrifice and why it is on the table of offering? എന്തുകൊണ്ടാണ് ഇത് ഈ ലേവ്യയാഗങ്ങളിലും ഈ ശലോമോന്റെ മേശയെങ്കിലും ഇത് തന്നെയുള്ളത്? This flour speaks about the life of Christ. ഈ മാവ് എന്ന് പറയുന്നത് കർത്താവിന്റെ ജീവിതത്തെ കാണിക്കുന്നു. He is the fine flour. അവന്റെ ഏറ്റവും ഫൈനായിട്ടുള്ള ഈ മാവാണ്. What a beauty in Leviticus chapter 2. He is the meal offering. Fine flour. അവിടെ പറയുന്ന നേരിയ മാവ് എന്ന് പറയുന്നത് കർത്താവിന്റെ ഏറ്റവും മനോഹരമായ his life is character. അവന്റെ ജീവിതത്തെയും അവന്റെ ക്യാരക്ടറിനെയും കാണിക്കുന്നു. And animals, death speaks about his death. മൃഗങ്ങളുടെ മരണം അവന്റെ മരണത്തെ കാണിക്കുന്നു. So our food is either his life or his death. നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് അവന്റെ മരണവും അവന്റെ ജീവിതവും. Either life or death. മരണവും ജീവിതവും. So he is our spiritual food. അത് അവനാണ് നമ്മുടെ ആത്മീയ ഭക്ഷണം. The Lord expounded about him from Moses. Their heart was burning. മോശ മുതലുള്ള എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴും അവരുടെ ഹൃദയം കത്തി. Don't quench the fire. ആത്മാവിനെ കെടുക്കരുത്. One more thing let me tell you. Within 1 minute I will tell. ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു നിർത്താം. You know, when you turn to Leviticus chapter 6. ലേവ്യ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുന്നു. As to the priesthood, the Lord is giving a special instruction. അവിടെ പുരോഹിതവർഗത്തോട് കർത്താവ് ഒരു പ്രത്യേകമായ നിർദ്ദേശം നൽകുകയാണ്. How you should take care of the altar. നിങ്ങൾ എപ്രകാരമാണ് ഈ നിങ്ങൾ From the altar the sweet smell was going up. അവിടെ നിന്ന് സൗരഭ്യ വാസന ഉയരത്തിലേക്ക് പോവുകയാണ്. Whatever offered on the altar, the sweet smell was going up. അവിടെ എന്താണോ അർപ്പിക്കുന്നത് അതിൽ നിന്ന് ആ സൗരഭ്യ വാസന മുകളിലേക്ക് പോവുകയാണ്. You go to Leviticus 6:8-13. അതിന്റെ ലേവ്യ പുസ്തകം 6-ാം അധ്യായം 8 മുതലുള്ള 13 വരെയുള്ള വാക്യങ്ങൾ. The Lord again and again says, verse 9, the fire of the altar shall be kept burning all night. It should be kept burning. അതിന്റെ പിന്നെയും മോശെ അവരോട് പറഞ്ഞത് നിങ്ങള് ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിൽ വന്നതിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെത്തി അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. അതിന്റെ 12-ാം വാക്യം, the fire on the altar shall be kept burning. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 13-ാം വാക്യം, a fire shall always be burning on the altar. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. It shall never go out. അതൊരിക്കലും കെട്ടുപോകരുത്. That it should be burning continuously in my heart. ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. On the altar the fire has to continually burn. This priest they have to put the wood to burn there continually. അവിടെ യാഗപീഠത്തിൽ എപ്പോഴും ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ പുരോഹിതന്മാർ എപ്പോഴും വിറക് അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കൊണ്ടേയിരിക്കണം. You know, it is told in Romans chapter 12. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, how to serve God. കർത്താവിനെ എപ്രകാരം സേവിക്കണം. You know, we read in Romans 12:11. അതിന്റെ 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, we need a burning spirit. അവിടെ ആത്മാവിൽ എരിവുള്ളവരായി നാം തീരണം. We need a burning spirit. എരിവുള്ള ആത്മാവുള്ളവരായി തീരണം. That is the way we should serve the Lord. അപ്രകാരമാണ് നാം കർത്താവിനെ സേവിക്കേണ്ടത്. Don't quench the spirit. ആത്മാവിനെ കെടുക്കരുത്. Don't grieve the spirit. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. These two sins believers can do. വിശ്വാസികളായുള്ളവർക്ക് ഈ രണ്ട് പാപം ചെയ്യാം. What will happen if you do this? ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കുക? You know, you will be a grieved person. There won't be any joy in your face. നിങ്ങൾ ദുഃഖിതനായി തീരും. നിങ്ങളുടെ ഉള്ളിൽ ആ സന്തോഷം കാണാൻ കഴിയും. Joy. ആ ആത്മാവിന്റെ ഫലങ്ങൾ സന്തോഷം എന്നുള്ളതുണ്ട്. It won't be there. ആ സന്തോഷം നിങ്ങൾക്ക് നഷ്ടമാകും. You cannot enjoy the Christian life beauty. നിങ്ങൾക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുകയില്ല. Let me stop here because of the time. ഞാൻ സമയം വരുന്നത് പോലെ ഞാൻ ഇവിടെ നിർത്തട്ടെ. Unpardonable sin committed by unbelievers. ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത പാപം ചെയ്യുന്നത് അവിശ്വാസികളായവർ. But believers can commit two kinds of sin. എന്നാൽ വിശ്വാസികൾക്ക് രണ്ട് തരം പാപങ്ങൾ ചെയ്യാൻ കഴിയും. Either they can grieve the spirit or they can quench the spirit. അവർക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പാനോ അല്ലെങ്കിൽ അതിനെ കെടുക്കുവാനോ തക്കണം കഴിയും. But the spirit will never leave us.
എന്നാൽ ഒരിക്കലും ഈ ആത്മാവ് നമ്മളെ വിട്ടുപോകുന്നില്ല. If we confess, we can come back. നാം അത് ഏറ്റു പറയുമെങ്കിൽ നമുക്ക് എപ്പോഴും തിരിച്ചു വരാം. May the Lord bless us. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.